ഈ അട്ടമലയിൽ ആളുകളെ രക്ഷപ്പെടുത്തി ഇതുവഴി കൊണ്ടുപോകുന്നത് മാത്രമല്ല, അവിടെ നിന്ന് കണ്ടെത്തുന്ന ഈ മുണ്ടക്കയിലും അട്ടമലയിലും കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും കൊണ്ടുവരുന്നതിന് ഈ ഒരു മാർഗം മാത്രമേ തൽക്കാലത്തേക്ക് ഉള്ളൂ. പാല നിർമ്മാണം പൂർത്തിയാകുന്നവരെ റോപ്പിലൂടെ, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ ആ റോപ്പിലൂടെ സ്ട്രക്ചറിൽ കെട്ടിയാണ് മൃതദേഹങ്ങൾ അവിടേക്ക് മാറ്റുന്നത്, കരയിലേക്ക് മാറ്റുന്ന വലിയ ശ്രമകരമായ ദൌത്യമാണ്. ഇനിയും നിരവധി മൃതദേഹങ്ങളുണ്ടെന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കൃത്യമായ കണക്കൊന്നും ആരുടെ പക്കലും ഇല്ല എങ്കിലും എല്ലാവരെയും രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോഴും ആളുകൾ അവിടെ നിന്ന്, കൂടുതൽ ആളുകൾ ഇവിടെ നിന്ന് ഇവിടേക്ക് വരികയാണ്. ഉദ്യോഗസ്ഥർ, കുട്ടികളടക്കമുള്ള ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ 95 പേരെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. 100ഓളം പേർ ഉണ്ട് എന്ന ഒരു കണക്കാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും കുടുംബത്തോടെയുള്ള കുട്ടികളും കുടുംബത്തോടും ഒക്കെ ആളുകൾ ഇവിടേക്ക് വരികയാണ്. വലിയൊരു ദുരന്തത്തിന്റെ സാക്ഷികളാണ് അവർ. അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവരാണ് അവർ. അവരെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഇവിടെ നിന്ന് അവിടേക്ക് കരയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനിയും ആളുകളുടെ കുടുങ്ങിക്കിടപ്പുണ്ട്. എല്ലാ ആളുകളെയും എത്തിക്കും, എല്ലാ ആളും രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രാധാന്യം കൂടി പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഇവിടെ ഈ ചൂരൽമലയിൽ നാട്ടുകാർക്ക് ഉള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു അമ്പലമായിരുന്നു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം. ഈ അമ്പലം ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതാണ്. ഇതിന്റെ ഭാഗങ്ങൾ, അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു സാമാന്യം നല്ല വലിപ്പത്തിലുള്ള ഒരു അമ്പലമായിരുന്നു എന്ന് വേണം ഇവിടുത്തെ ഈ തറയും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ എല്ലാം ഒലിച്ചുപോയിരിക്കുന്നു. പ്രതിഷ്ഠകളടക്കം ഒലിച്ചുപോയിരിക്കുന്നു. വലിയൊരു ആലും കുറച്ച് തറകളും മാത്രമാണ് ഇവിടെ ഈ അമ്പലത്തിൽ ബാക്കിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായിരുന്നു ഇത്. എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടവർക്ക് ഒരുപക്ഷെ ഇതൊന്നും ഒരു നഷ്ടമായി തോന്നില്ല. എങ്കിൽ പോലും എത്രയോ ആളുകൾ ദിവസേന വന്നുപോയിരുന്ന സാധാരണ ജീവിച്ചു പോകുന്ന വൈകുന്നേരങ്ങൾ അവർ ചിലവഴിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നിരിക്കാം. നമ്മൾ നേരത്തെ ഈ സ്ഥലം ആ രീതിയിൽ കണ്ടിട്ടില്ല എങ്കിലും അവർ ഇവിടെയുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട്. അതിന്റെ അവസ്ഥയും ഏതാണ്ട് സമാനമാണ്. സ്കൂളിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. കുറച്ചു ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞു പോകാം. നമുക്ക് ദൂരെ കാണുന്ന ആ ഭാഗത്താണ് പുഞ്ചിരി കണ്ടം. അവിടെ ആ ഭാഗത്തുനിന്ന് ഈ അട്ടമലയുടെ ആ ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടൽ. നമുക്ക് വിദൂര ദൃശ്യമാണത്. അവിടെ കുറച്ചുകൂടി ക്യാമറ അവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ മഞ്ഞ് പോലെ കാണപ്പെടുന്ന ആ ഭാഗത്തു നിന്നാണ്, അതിന് മുകൾ ഭാഗത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നാണ് ഇപ്പോഴുള്ള നിഗമനം. ചാലിയാറിന്റെ ഉദ്ഭവ സ്ഥാനം കൂടിയാണ് ആ ഭാഗം. അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടി ഒലിച്ച് എത്രയോ ദൂരം ഈ ഭാഗത്തേക്ക് ഒഴുകി വന്നത്. വലിയ വലിയ പാറക്കഷ്ണങ്ങൾ ഒക്കെ ഇവിടെ കിടക്കുന്ന നമ്മൾ കാണാം. ചെറിയ ഒരു അരുവി ഒഴുകിയിരുന്ന ഭാഗമാണിപ്പോൾ കുത്തിയൊലിക്കുന്ന പുഴയായി മാറിയിരിക്കുന്നത്. ഇതൊക്കെ അമ്പലത്തിന്റെ ഭാഗങ്ങൾ കൂടിയാണ്. ഈ ഒരു ആൽമരം ഉണ്ടായിരുന്നു, അതിനു ചുറ്റും ഒരു തറയുണ്ടായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ വൈദ്യുതി കണക്ഷന്റെ ഭാഗമായുള്ള കേബിളുകളുമൊക്കെ നമുക്ക് കാണാം. എല്ലാം കുത്തിയൊലിച്ചു പോയിരിക്കുന്നു. ശബരിമല വ്രതമെടുക്കുന്നവരോ അല്ലെങ്കിൽ മലയ്ക്ക് പോകുന്നവരോ ഒക്കെ മലയ്ക്ക് പോയ ശേഷം ഉപേക്ഷിച്ചു പോകുന്ന മാലയും അതിന്റെ അയ്യപ്പന്റെ മുദ്രയുള്ള ആ മാലയൊക്കെ നമുക്കിവിടെ ഒരുപക്ഷെ ഈ ആലുകളിലാകാം അവർ ഇവിടെ വന്ന് ശബരിമലയിൽ പോയ ശേഷം വന്ന് ഉപേക്ഷിക്കുക. അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. വിശ്വാസത്തിന്റെ ഭാഗമായുള്ള കാഴ്ചകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വീടുകൾ, നിരവധി ആളുകളുടെ വീടുകൾ നഷ്ടമായിരിക്കുന്നു. വലിയ ചെറിയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങളുമെല്ലാം വ്യത്യാസമില്ലാതെ ഒലിച്ചു പോകുന്ന ആ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. മനുഷ്യൻ സമ്പാദിച്ചത് അത്രയും ഒരുപക്ഷെ ആയുസ് മുഴുവൻ അവർ സമ്പാദിച്ച കാര്യങ്ങളാകാം ഒരു നിമിഷം കൊണ്ട്, നൊടിയിട കൊണ്ട് ഇല്ലാതായി പോയത്. ഇതിന് തൊട്ടപ്പുറത്ത് നമുക്ക് ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന ലയങ്ങൾ ഉണ്ട്. അവിടെ ഒരു നിരവധി ആളുകൾ താമസിച്ച സ്ഥലങ്ങളാണ്. പലരെയും ഇവിടെ നിന്ന് മാറ്റി, പലതും ഇവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോൾ മുൻ MLA കൂടിയായ ശശീന്ദ്രൻ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് പോവുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ മലയിലേക്ക് പോകുന്നു എന്ന് വേണം. അട്ടമലയിലേക്ക് പോവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവിടുത്തെ
അട്ടമലയിൽ കുടുങ്ങിക്കിടക്കുന്ന കുറേ ആൾക്കാരെ ഇന്നലെ രക്ഷിച്ചല്ലോ. ഒറ്റപ്പെട്ട വീടുകളിൽ ചില ആൾക്കാരുണ്ട് എന്നുള്ള മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അട്ടമലയിൽ സ്ഥലം കുറച്ച് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അതെ, നേരത്തെ ഒരു അമ്പലം ഇവിടെ ഉണ്ടായിരുന്നു. അമ്പലവും പൂർണ്ണമായിട്ട് തകർന്നു പോയി എന്ന് കാണാൻ കഴിയും. പാലം ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്, പാലം പൂർണ്ണമായിട്ട് തകർന്നുപോയി. അടുത്ത കാലത്തുണ്ടാകാത്ത വലിയ ദുരന്തങ്ങളിൽ ഒന്നായി അത് മാറിയിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ ലയങ്ങളൊക്കെ ഉണ്ടെന്ന് അട്ടപ്പാടിയിൽ അട്ടമലയിൽ 2-3 ലയങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. എത്ര പേരെ മിസ്സിങ്ങിന്റെ ഒരു കണക്കിന്നപ്പം ശരിയായി വരികയുള്ളൂ. അപ്പം മിസ്സിങ്ങിന്റെ കണക്കെടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. അതുതന്നെയാണ് അദ്ദേഹം ഈ പ്രദേശം നന്നായിട്ട് അറിയാവുന്ന അനുമോദിലേക്ക് പോകണം. വി അരുൺ അവിടെ തുടരുന്നുണ്ട്. MS സനീഷ് കുമാർ ഉണ്ട്.